ഉത്തർപ്രദേശിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് മായാവതിയും അഖിലേഷും മഹാസഖ്യം പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38 സീറ്റുകളിൽ വീതം ഇരു പാർട്ടികളും മത്സരിക്കും. കോൺഗ്രസുമായി സഖ്യമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുടെ ലോക്സഭാ മണ്ഡലങ്ങളായ റായ്ബറേലിയും അമിതയിലും കോൺഗ്രസിനെതിരെ മത്സരിക്കില്ല. ബിജെപി അധികാരത്തിലെത്തുന്നത് തടയാനാണ് സഖ്യം. മോദിക്കും അമിത്ഷായ്ക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നും മായാവതി പറഞ്ഞു. ബിജെപിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മായാവതിയും അഖിലേഷ് യാദവും ഉത്തർപ്രദേശിൽ ബി.എസ്.പി സഖ്യപ്രഖ്യാപനം നടത്തിയത്. ബിജെപിയുടെ ദുഷ്ഭരണം നിർത്തലാക്കാനും ദേശീയ താൽപര്യം സംരക്ഷിക്കാനുമാണ് സഖ്യം. ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ 38 സീറ്റിൽ വീതം ഇരു പാർട്ടികളും സഖ്യമായി മത്സരിക്കും. ബാക്കി വരുന്ന 4 സീറ്റിൽ 2 അജിത് സിംഗിന്റെ RLDക്കും 2 കോൺഗ്രസിനും നൽകും. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുടെ മണ്ഡലങ്ങളായ റായ്ബറേലി, അമേധി എന്നിവയിൽ സഖ്യം മത്സരിക്കില്ല. പക്ഷേ കോൺഗ്രസുമായി സഖ്യമില്ല. അഴിമതി പാർട്ടിയായ കോൺഗ്രസിനെ ഒപ്പം ചേർക്കാനാകില്ലെന്നും മായാവതി പറഞ്ഞു. ബിജെപി ജാതിയടിസ്ഥാനത്തുള്ള പാർട്ടിയായി മാറി. മോദിക്കും അമിത്ഷായ്ക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നും മായാവതി വ്യക്തമാക്കി. कि आज बहुजन समाज पार्टी और समाजवादी पार्टी के दोनों नेशनल प्रेसिडेंट की, मुखिया की ये संयुक्त व खासकर प्रधानमंत्री श्री नरेंद्र मोदी की तथा बीजेपी के राष्ट्रीय अध्यक्ष श्री अमित शाह की, अर्थात इन दोनों गुरु व चेले की नींद उड़ाने वाली अति महत्वपूर्ण एवं ऐतिहासिक प्रेस कॉन्फ्रेंस हो रही है. യുപിയിൽ ബിജെപിയെ തോൽപ്പിച്ച മോദി അധികാരത്തിലെത്തുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നും അഖിലേഷ് വ്യക്തമാക്കി. 2019 പൊതുതെരഞ്ഞെടുപ്പിന് ശേഷവും സഖ്യം തുടരുമെന്നും ഇരുവരും അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഭിന്നിപ്പിന് ശേഷമാണ് സമാജ്വാദിയും ബി.എസ്.പിയും ബിജെപിക്കെതിരെ കൈകോർക്കുന്നത്. ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറ്റിയെഴുതുന്ന രാഷ്ട്രീയ സഖ്യം കോൺഗ്രസിനെ അവഗണിച്ചു എന്നതും ശ്രദ്ധേയമായി. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ബാബറി മസ്ജിദ് തകർത്ത വിജയം ആഘോഷിച്ച ബിജെപി അതേ വർഷം ഉത്തർപ്രദേശിൽ പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട് ബി.എസ്.പി സഖ്യത്തിന്. ഏറ്റവും വലിയ ഹിന്ദു ഭൂമിയായി ബിജെപി വിലയിരുത്തുന്ന യുപിയിൽ മഹാസഖ്യം വീണ്ടും എത്തുമ്പോൾ മോദിയുടെ 2ാം പ്രധാനമന്ത്രി മോഹമാണ് തടയപ്പെടുന്നത്. മായാവതി അഖിലേഷ് സഖ്യവുമായി മത്സരിച്ചാൽ ബിജെപി 10 സീറ്റിൽ മാത്രമായി ചുരുങ്ങുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് സഖ്യമെന്ന് ബിജെപി വിമർശിച്ചു. 2009 പൊതുതെരഞ്ഞെടുപ്പിൽ 116 സീറ്റ് മാത്രമുണ്ടായിരുന്ന ബിജെപിയെ 2014 284 സീറ്റിലേക്ക് ഉയരാൻ സഹായിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സംസ്ഥാനത്തെ ഏറ്റവും ശക്തരായ എസ്.പി സമാജ്വാദി ഭിന്നിപ്പും കോൺഗ്രസിനോടുള്ള എതിർപ്പും ബിജെപിക്ക് ഗുണകരമായി. ആ സാഹചര്യമാണ് മായാവതി അഖിലേഷ് സഖ്യത്തോടെ ഇല്ലാതാകുന്നത്. 71 സീറ്റ് ലഭിച്ച ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ 2014 34 സീറ്റിൽ ബി.എസ്.പി 2ാം സ്ഥാനത്തും എസ്.പി 36 സീറ്റിൽ 2ാം സ്ഥാനത്തും എത്തി. ഇരോട്ട് ബാങ്കുകളും ഒന്നിക്കുന്നതോടെ നിലവിലെ വോട്ട് ഷെയർ അനുസരിച്ച് ബിജെപിക്ക് 40 മുതൽ 50 വരെ സീറ്റുകൾ 2019 നഷ്ടമാകും. 2009 സമാനമായി 10 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല. സഖ്യത്തിനാകട്ടെ 78 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്ര വിഷയത്തിലൂടെ ബിജെപി ആഞ്ഞടിച്ച 1993 അതിന് തടയിട്ടത് അക്കാലത്തുണ്ടായ ബി.എസ്.പി സഖ്യമായിരുന്നു. 1993 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ മത്സരിച്ച ബി.എസ്.പിക്ക് 164ഉം എസ്.പിക്ക് 256 സീറ്റും ലഭിച്ചു. പാർട്ടി അധ്യക്ഷനായിരുന്ന മുലായം സിംഗ് യാദവ് മുഖ്യമന്ത്രിയായി. പക്ഷേ 18 മാസത്തിനു ശേഷം സഖ്യം പിളർന്നു. ഇത്തവണ മായാവതി ഉയർത്തിക്കാണിച്ചാണ് എസ്.പി സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മായാവതി അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന ചില സൂചനകൾ പോലും അഖിലേഷ് നൽകിയത് സഖ്യത്തിന്റെ പഴയകാല അനുഭവത്തിൽ നിന്നാകാം. ഇരുവിഭാഗവും ഒന്നിച്ചു മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ബിജെപിയെ പരാജയപ്പെടുത്താനായതും അഖിലേഷിനും മായാവതിക്കും ഊർജം പകരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളുന്ന മോദി സർക്കാരിന് രാജ്യത്തെ കർഷകരുടെ കടം എഴുതിത്തള്ളാനാകുന്നില്ലെന്ന് എ.കെ. ആന്റണി. കർഷകരുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടില്ല. പ്രശ്നപരിഹാരത്തിന് മോദി സർക്കാരിനെ താഴെ ഇറക്കണമെന്നും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ കർഷകരുടെ കടം എഴുതിത്തള്ളലാകും ആദ്യ നടപടിയെന്നും ആന്റണി പറഞ്ഞു. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ കടം അധികരിച്ചപ്പോൾ
അവർക്ക് 4 ലക്ഷം കോടിയുടെ കടം എഴുതിത്തള്ളാൻ മോഡി സർക്കാർ തയ്യാറായി. കോർപ്പറേറ്റുകളുടെ കടം വീട്ടാൻ, ബാങ്ക് കടം വീട്ടാൻ ലക്ഷങ്ങൾ എഴുതിത്തള്ളുന്ന മോഡി സർക്കാരിന് ഒരു ചില്ലിക്കാശ് പോലും. മോഡി ആവർത്തിച്ച് പറയുന്നു, കടാശ്വാസം നടക്കില്ല, കടത്തിന് മൊറട്ടോറിയം നടപ്പുള്ള കാര്യമല്ല, കട എഴുതിത്തള്ളൽ നടപ്പുള്ള കാര്യമല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ഞാൻ ഒപ്പിടാൻ പോകുന്ന ഫയലുകളിൽ ആദ്യത്തെ ഫയലുകളിലൊന്ന് കൃഷിക്കാരുടെ കടമീട്ടുന്നു. അദ്ദേഹം പറഞ്ഞു. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്ക് പിന്തുണയുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള വിരമിച്ച സുപ്രീം കോടതി ജസ്റ്റിസ് AK പട്നായിക്. അലോക് വർമ്മയ്ക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ തെളിവുകളില്ലെന്നും CVC റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തന്റേതല്ലെന്നും AK പട്നായിക് വ്യക്തമാക്കി. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേബിനെ പ്രതി ചേർക്കാനുള്ള അലോക് വർമ്മയുടെ നിർദ്ദേശം CBI റദ്ദാക്കി. അലോക് വർമ്മയ്ക്ക് ക്ലീൻ ചിറ്റുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള ജസ്റ്റിസ് AK പട്നായിക് രംഗത്ത് വന്നതോടെ കനത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് മോദി സർക്കാർ. ഇത്രയും തിരക്കുപിടിച്ച് അലോക് വർമ്മയെ മാറ്റേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്നാണ് പട്നായിക്കിന്റെ വിലയിരുത്തൽ. അന്വേഷണം നടന്നത് CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയുടെ പരാതിയിലാണ്. എന്നാൽ രാകേഷ് അസ്താന നേരിട്ട് തന്റെ മുന്നിൽ വന്ന് മൊഴി നൽകിയിട്ടില്ല. രാകേഷ് അസ്താനയുടെ മൊഴി എന്ന പേരിൽ രാകേഷ് അസ്താന ഒപ്പുവെച്ച് 2 പേജ് തനിക്ക് നൽകുകയായിരുന്നുവെന്നും ജസ്റ്റിസ് AK പട്നായിക് വ്യക്തമാക്കി. CVC റിപ്പോർട്ടിൽ വർമ്മയ്ക്കെതിരെ 10-ലേറെ കുറ്റങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉന്നതാധികാര സമിതി അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്നാൽ അതിൽ പലതിനും തെളിവുകളില്ലെന്നും അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ലെന്നും പട്നായിക് വ്യക്തമാക്കിയതിലൂടെ മോദി പൂർണ്ണമായി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൌധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്താനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതായി പട്നായിക് ചൂണ്ടിക്കാണിച്ചു. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേബിനെ പ്രതി ചേർക്കാനുള്ള നിർദ്ദേശം CBIയുടെ ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു റദ്ദാക്കി. അലോക് വർമ്മ 2ാം വട്ടം CBI തലപ്പത്ത് വന്നപ്പോഴാണ് കുൽദേബിനെ പ്രതി ചേർക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ അലോക് വർമ്മയെ പുറത്താക്കിയതോടെ നിർദ്ദേശവും പിൻവലിക്കുകയായിരുന്നു. അലോക് വർമ്മയെ പുറത്താക്കിയതിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുതിയ CBI ഡയറക്ടറുടെ പട്ടികയിൽ നിന്ന് കേരള DGP ലോക്നാഥ് ബെഹ്റ പുറത്തായെന്ന് സൂചന. അതേസമയം ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗം YC മോദി പട്ടികയിൽ തുടരുന്നു. അലോക് വർമ്മയ്ക്ക് പകരം ഇപ്പോൾ CBI ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവുവിന്റെ കാലാവധി ജനുവരി 31 വരെയാണ്. പുതിയ CBI ഡയറക്ടറെ നിയമിക്കാനായുള്ള ഉന്നതതല സമിതി യോഗം ഈ മാസം തന്നെ നടക്കും. അലോക് വർമ്മയ്ക്ക് പകരമായി തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു ജനുവരി 31 വരെയേ ഔദ്യോഗിക പദവിയിലുണ്ടാവൂ. ഫെബ്രുവരി 1 മുതൽ പുതിയ CBI ഡയറക്ടർ ചുമതലയേൽക്കും. 34 പേരുടെ പ്രാഥമിക പട്ടിക നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഇതിൽ നിന്നാണ് 1983, 84, 85 ബാച്ചിലെ 17 IPSകാരെ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ പട്ടിക തയ്യാറാക്കിയത്. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സീനിയോറിറ്റി അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയത്തിന് പട്ടിക കൈമാറിയിരുന്നു. ഈ പട്ടികയിൽ നിന്ന് ലോക്നാഥ് ബെഹ്റ പുറത്തായെന്നാണ് സൂചന. ഇപ്പോഴുള്ള പട്ടികയിൽ 9 പേരുടെ പേരുകൾ മാത്രമാണുള്ളത്. ഇതിൽ 3 പേരുടെ പേരുകളാണ് ഉന്നതതല സമിതിയുടെ പരിഗണനയിൽ വരിക. പ്രധാനമന്ത്രി അധ്യക്ഷനായ 3-അംഗ കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമാണുള്ളത്. ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘാംഗം YC മോദി പട്ടികയിൽ ഇപ്പോഴുമുണ്ട്. YC മോദിക്ക് പുറമെ രാജേഷ് രഞ്ജൻ, ജവീദ് അഹമ്മദ്, വിവേക് ജോഹ്രി, OP ഗൽഹോത്ര, അരുൺ കുമാർ, റൈന മിത്ര, രജനീകാന്ത് മിശ്ര, SS ദേശ്വൽ എന്നിവരാണ് പട്ടികയിലുള്ളത്. FIR രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് ദില്ലി ഹൈക്കോടതി വിധി നിലവിലെ CBI ഡെപ്യൂട്ടി ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ഇതോടെ ഒരു തരത്തിലും അസ്താനയെ പറ്റുന്ന ഉറപ്പായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊട്ടാരക്കരയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 6 പേർ മരിച്ചു. ചെങ്ങന്നൂർ ആല സ്വദേശി അരുൺ, റാന്നി വടശ്ശേരിക്കര തലച്ചിറ കൈലാസ് ഭവനിൽ മിനി, ഹർഷ, സ്മിത, അഞ്ജന എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1:30 ആയൂരിലെ അഗമണ്ണിലാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, അപകടത്തിൽ 6 മരണം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? മരിച്ചവരെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇത് ഈ മിനി, സ്മിത, ഹർഷ, അഞ്ജന, അരുൺ, ഡ്രൈവർ അരുൺ, അതുകൂടാതെ
സ്മിതയുടെ മകൻ അഭിനവും ഇപ്പോൾ മരിച്ചതായിട്ടാണ് വിവരം. മരണം 6 ആയിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് വടശ്ശേരിക്കരയിലേക്ക് വരികയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണം ഈ 5 പേർ മരിച്ചു. അഭിനവ് കടക്കൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണപ്പെട്ടത്. ഇവര് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ 6 പേരും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ഇതിൽ അപകടത്തിൽ കാർ നിശേഷം തകർന്നുപോയി. അയോധ്യ ശബരിമല വിഷയങ്ങളെ പറ്റി പരാമർശിക്കാതെ BJPയുടെ രാഷ്ട്രീയ പ്രമേയം. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞായിരുന്നു പ്രമേയം. എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ പറ്റിയോ കേരളത്തിൽ BJP ഉന്നയിക്കുന്ന ശബരിമല വിഷയമോ പരാമർശിക്കുന്നില്ല. മോദി സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രം പരാമർശിക്കുന്നതായിരുന്നു പ്രമേയം. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, ഈ BJPയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും പരാമർശിക്കാതെ മോദിയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന വിഷയങ്ങൾ? പ്രിയ, BJP നേതാക്കൾ ശബരിമല വിവാദങ്ങളെല്ലാം തന്നെ സുവർണാവസരമെന്ന് ആവർത്തിക്കുമ്പോഴാണ് ദേശീയ കൗൺസിലിന്റെ പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമേയത്തിലും ശബരിമല വിഷയത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പരാമർശിക്കപ്പെടാതെ പോയത്. പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ തന്നെ ബംഗാളിലെ തൃണമൂൽ അക്രമം, ഈ വിഷയങ്ങളിലൊക്കെ തന്നെയുള്ള പരാമർശങ്ങൾ ദേശീയ കൗൺസിലിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ശബരിമല വിഷയത്തെക്കുറിച്ച് യാതൊരു പരാമർശവും ഉണ്ടായിട്ടുമില്ല. ഇത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം BJPയുടെ സംസ്ഥാന നേതാക്കൾ വലിയ ഒരു വിഷയമായി ഉന്നയിക്കുന്ന കാര്യത്തെ ദേശീയ കൗൺസിൽ യാതൊരു പരിഗണനയും കൊടുത്തില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ശബരിമല വിഷയത്തിൽ കേരളത്തിൽ സമരവുമായി നടക്കുന്ന BJP നേതാക്കൾ ഈ ദേശീയ കൗൺസിലിന്റെ ഈ നിലപാടോടെ വെട്ടിലായിരിക്കുകയാണ്. നേതാക്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേരളത്തിലെ അണികളോട് വിശദീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറെ കാലമായി BJP രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒന്നാണ് അയോധ്യ വിഷയം. അയോധ്യ വിഷയത്തിലും 11 പേജുള്ള BJPയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ യാതൊരു പരാമർശവുമില്ല. ക്ഷേത്രം നിർമ്മാണം വൈകുന്നതിന് ഉള്ള കാരണം, അതുപോലെ തന്നെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ഇല്ലാത്തത് എന്തുകൊണ്ട്, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ മറുപടി ഇല്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും ഉറപ്പുകൾ നൽകിയാൽ തീവ്ര ഹിന്ദു വോട്ടുകളിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അയോധ്യ വിഷയത്തിലും പ്രമേയം ബോധപൂർവമായ മൗനം പാലിച്ചിരിക്കുന്നത്. ഏതായാലും അയോധ്യ ശബരിമല വിഷയങ്ങളിൽ യാതൊരു ഉറപ്പും നൽകാതെ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ഈ വിഷയങ്ങൾ വികാരപരമായി നിലനിർത്തുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർഗീയ ധ്രുവീകരണ തന്ത്രമായിരിക്കും BJP ആവിഷ്കരിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും. അതേസമയം തന്നെ ഈ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള യാതൊരു ആത്മാർത്ഥമായ ശ്രമങ്ങളും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇന്ന് സമാപിച്ച BJP ദേശീയ കൗൺസിലിന്റെ രാഷ്ട്രീയ പ്രമേയം. പ്രിയ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ പരാമർശിക്കാതെ BJPയുടെ പ്രമേയം, ഒപ്പം തന്നെ ഇതിൽ പ്രധാന വിഷയമാക്കിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രമാണ്. അതിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ വിശദമായ വിവരങ്ങളാണ് ശരത്ത് നൽകിയത്. ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. രാജപ്രതിനിധി രാഘവ വർമ്മ രാജയാണ് തിരുവാഭരണത്തിന് അകമ്പടി സേവിക്കുന്നത്. സായുധ പോലീസിന്റെ സുരക്ഷയിലാണ് തിരുവാഭരണ ഘോഷയാത്ര. 14 വൈകിട്ട് സന്നിധാനത്തെത്തുന്ന തിരുവാഭരണം ചാർത്തി അയ്യപ്പന് ദീപാരാധന അർപ്പിക്കുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. രാജ്യം ഭരിക്കുന്ന പാർട്ടി തന്നെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ശബരിമലയിൽ വരുമാനം കുറയുന്നതെന്നും തിരുവാഭരണത്തിന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സുധാകരൻ ശശികുമാര വർമ്മയുമായി അടുപ്പമുള്ളയാളാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കണ്ടാൽ മതിയെന്നും റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുമ്പോൾ മണ്ഡല മകരവിളക്ക് കാലങ്ങളിലെ എല്ലാ കാര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കടകംപള്ളി. വരുമാനത്തിലൊരു ചോർച്ച ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ മുൻകൈയെടുത്ത് ശബരിമലയിലേക്ക് തീർത്ഥാടകർ പോകരുതെന്ന് ക്യാമ്പയിൻ ചെയ്യുന്നു. പോകുന്ന ആളുകളാകട്ടെ കാണിക്ക അർപ്പിക്കരുതെന്ന് പറയുന്നു. അത് ഇപ്പോൾ ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷക്കാലമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശബരിമലയ്ക്കെതിരായിട്ടുള്ള വിപുലമായിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യമാകട്ടെ ഈ സ്ത്രീ പ്രവേശന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചില അക്രമ സംഭവങ്ങളുണ്ടായി. ഇതെല്ലാം തന്നെ വരുമാനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ വരുന്ന നാളുകളിൽ അതെല്ലാം തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് വിശ്വാസം. തിരുവാഭരണത്തിന് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോടതി എന്താണോ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നത് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ മണ്ഡല മകരവിളക്ക് കാലത്തെ സംഭവങ്ങളെല്ലാം തന്നെ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ് ശ്രമിക്കും.
ശബരിമല വിഷയത്തിൽ പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ച് ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി. ശബരിമലയിൽ താൻ ദർശനം നടത്തുമെന്നും അതിനുശേഷം മാത്രമേ പ്രതിഷേധക്കാർ അറിയുകയുള്ളൂവെന്നും തൃപ്തി ദേശായി പറഞ്ഞു. തന്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെയായിരുന്നു തൃപ്തിയുടെ പ്രതികരണം. ശബരിമലയിൽ മണ്ഡല ഉത്സവകാലത്തെ ദർശനത്തിനെത്തിയ ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി സംഘപരിവാർ സംഘടനകളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് നേരത്തെ മടങ്ങിപ്പോയിരുന്നു. തുടർന്നാണ് സന്നിധാനത്തേക്ക് താൻ വീണ്ടും എത്തുമെന്ന് വെല്ലുവിളിയുയർത്തി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിഷേധക്കാർ അറിയാതെയായിരിക്കും സന്നിധാനത്തെ താൻ ദർശനം നടത്തുകയെന്നും 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ അണിനിരത്തി മനുഷ്യച്ചങ്ങലയിലൂടെയായിരിക്കും ദർശനം നടത്തുകയെന്നും തൃപ്തി വ്യക്തമാക്കുന്നു. जब प्रवेश करेंगे तो प्रवेश करके जब बाहर आएंगे तब तक आपको जो है वो पता भी नहीं चलेगा. यह हमारा चैलेंज है. इससे अच्छा है कि जो महिलाएं 10 to 50 इयर्स की वहां पे जाना चाहती है तो उनको ह्यूमन चेन करके आपने जो है वो प्रवेश देना चाहिए. और रहा हमारा मुद्दा, താൻ ഇതിനെ ചലഞ്ചായാണ് നോക്കിക്കാണുന്നത്. പ്രതിഷേധിക്കുകയാണെങ്കിൽ അത് ഗാന്ധി മാർഗത്തിലൂടെയാകണമെന്നും അക്രമമല്ല സ്വീകരിക്കേണ്ടതെന്നും തൃപ്തി വ്യക്തമാക്കുന്നു. क्योंकि हमारा गांधीगिरी मार्ग से आंदोलन होकर भी आपका वायलेंस आंदोलन आपने किया और आप जो है वो हमारे गांधीगिरी मार्ग को डर रहे हैं, तो ये समाज में बहुत अच्छा संदेश जो है वो जा रहा है. അതേസമയം താൻ ഉൾപ്പെട്ട സംഘം സന്നിധാനത്ത് ദർശനം നടത്തിയെന്ന വാർത്ത അഭ്യൂഹം മാത്രമാണെന്നും തൃപ്തി പ്രതികരിച്ചു. मैं उन विरोधकों को यही कहना चाहूंगी कि ന്യൂസ് ഡെസ്ക്. രാഹുൽ ഗാന്ധിയുടെ UAE സന്ദർശനം തുടരുന്നു. ഇന്ന് അബുദാബിയിലാണ് സന്ദർശനം. വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാലുദ്ദീൻ, അബുദാബിയിലാണ് ഇന്ന് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നത്. എവിടെയൊക്കെയാണ് പ്രധാനമായും അദ്ദേഹത്തിന്റെ സന്ദർശനം? എവിടെയൊക്കെയാണ് അദ്ദേഹം എത്തുന്നത്? അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? അബുദാബിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഇന്ത്യൻ ബിസിനസ് പ്രമുഖരുടെ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഈ യോഗം ആരംഭിച്ചു. നിരവധി വ്യവസായ വാണിജ്യ പ്രമുഖർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മസ്ജിദ് സന്ദർശിക്കും. ഇതിനുശേഷം ദുബായിലേക്ക് മടങ്ങും. ഇന്നലെ ദുബായിൽ വലിയ രീതിയിലുള്ള പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുക്കാൻ എത്തിയിരുന്നത്. വളരെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം തന്നെയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. 2019 കോൺഗ്രസ് തിരിച്ചു വരുമെന്നും ഉജ്ജ്വലമായ വിജയം നേടുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം ഇന്ന് രാവിലെ അദ്ദേഹം ദുബായിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഇന്നലെ ലേബർ ക്യാമ്പിൽ തൊഴിലാളികളുമായി അദ്ദേഹം സംവദിച്ചിരുന്നു. ഏതായാലും 2 ദിവസത്തെ UAE സന്ദർശനം പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി ഇന്ന് മടങ്ങും. 2 ദിവസത്തെ സന്ദർശനം ഇത് പൂർത്തിയാകും. വളരെ വിപുലമായ പരിപാടികളാണ് അബുദാബിയിലും ദുബായിലും ഒക്കെ സംഘടിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അബുദാബിയിൽ ഇന്ത്യൻ ബിസിനസ് പ്രമുഖരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ UAE സന്ദർശനം തുടരുകയാണ്. ഇന്ന് അബുദാബിയിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. വിവരങ്ങളാണ് ജമാൽ നൽകിയത്. CPIM കേന്ദ്ര കമ്മിറ്റി മുൻ അംഗവും ഹിമാചൽ പ്രദേശ് മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഗുരു മോഹർ സിംഗ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച മെഹർ സിംഗ് 1998 മുതൽ 2005 വരെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. 1991 മുതൽ 2004 വരെ ഹിമാചൽ പ്രദേശിൽ പാർട്ടിയെ നയിച്ച മോഹർ സിംഗിന്റെ മരണത്തിൽ പോളിറ്റ് ബ്യൂറോ അനുശോചിച്ചു. വിലമതിക്കാനാവാത്ത നേതാവിനെയാണ് പാർട്ടിക്ക് നഷ്ടമായതെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ അനുശോചനക്കുറിപ്പിൽ പറയുന്നു. കേരളത്തിലെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയായെന്നും ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ പൊതുജനാരോഗ്യത്തിന് വില നൽകാത്തത് കൊണ്ടാണ് കേരളത്തിലെ നേട്ടങ്ങൾ ഒറ്റപ്പെട്ടതായി കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂരിൽ അമല ആശുപത്രിക്ക് ആതുര സേവന രംഗത്തെ 40 വർഷത്തെ മികവിനുള്ള NABH പുരസ്കാരം കൈമാറി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ക്വാളിറ്റി കൌൺസിൽ ഓഫ് ഇന്ത്യയുടേതാണ് അംഗീകാരം. ചടങ്ങിൽ ഫാദർ പോൾ അച്ചാണ്ടി അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ AC മൊയ്തീൻ, VS സുനിൽകുമാർ, PK ബിജു MP, ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി എന്നിവർ സംസാരിച്ചു. ജനകീയ കവിതാവേദി ഏർപ്പെടുത്തിയിട്ടുള്ള പുനലൂർ ബാലൻ കവിതാ പുരസ്കാരം വിനോദ് വൈശാഖിക്ക്. വിനോദ് വൈശാഖിയുടെ കൈതമേൽ പച്ച എന്ന കൃതിക്കാണ് അവാർഡ്. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ ജോർജ് ഓണക്കൂർ ചെയർമാനും ബാബു പാക്കനാർ, NP ചന്ദ്രശേഖരൻ, KK ബാബു എന്നിവർ അംഗങ്ങളായുള്ള ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത്. ജനുവരി 28-ന് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് അവാർഡ് വിതരണം ചെയ്യും.
സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റിന് ജ്യോതി ലബോറട്ടറീസ് സ്നേഹോപഹാരമായി പുതിയ ആംബുലൻസ് നൽകി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് ആംബുലൻസ് കൈമാറി. പ്രളയക്കെടുതിയിൽ കേടുപാടുകൾ സംഭവിച്ച ആംബുലൻസിന് പകരമായാണ് പുതിയ വാഹനം നൽകിയത്. താജ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ജ്യോതി ലബോറട്ടറീസ് ജോയിന്റ് MD ഉല്ലാസ് കമ്മത്ത് ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ട്രസ്റ്റ് സെക്രട്ടറി ഗഫൂർ തളിക്കുളം താക്കോലും രേഖകളും ഏറ്റുവാങ്ങി. സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്മാരക കെയർ ആൻഡ് ഷെയർ ആണ് പാവപ്പെട്ടവർക്ക് ആംബുലൻസ് സഹായം നൽകുന്നത്.